നമസ്കാരം, ഞാൻ ഗിരീഷ് ചന്ദ്രൻ. ഡ്രീം ഫ്രെയിം ഹാൻഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ദേവസ്വം ബോർഡിൽ നിന്നും റിട്ടയർമെൻ്റായ ഒരു ആനക്കാരനെയാണ്. തിരുവല്ല ജയരാജനൊപ്പം ആണ് ആ പെൻഷൻ പ്രായത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ 55-56 വയസ്സിൽ തിരുവല്ല ജയരാജനോടൊപ്പം ആണ് അദ്ദേഹം ചിലവഴിച്ചത്. തിരുവല്ല ജയചന്ദ്രനും നമ്മുടെ കുന്നന്താനം ശിവശങ്കരനൊപ്പമൊക്കെ കണ്ടിയൂര് ശ്രീകണ്ഠൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. കണ്ടിയൂർ ശ്രീകണ്ഠനൊപ്പമൊക്കെ നിന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ ആനകളെല്ലാം പരിപാലിച്ചു വന്ന ഒരു ആനക്കാരനാണ്. നമ്മുടെ ഗോപാലകൃഷ്ണ കുറുപ്പിയേട്ടനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഗോപാലകൃഷ്ണ കുറുപ്പിയേട്ടൻ്റെ ജീവിത അനുഭവങ്ങളിൽ, ഈ ആന അനുഭവങ്ങളിലും ആന അറിവുകളിലേക്കും എല്ലാം ഒന്ന് ചെല്ലാം. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്നെല്ലാം ഒന്ന് അറിയാം. നമസ്കാരം കുറുപ്പിയേട്ട, ഇവിടെ ഡ്രീം ഫ്രെയിം ഹാൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ ഇന്ന് കുറുപ്പിയോട് ചോദിക്കാൻ പോകുന്നത് കുറുപ്പിയേട്ടൻ്റെ ആന അറിവുകളെ പറ്റിയും ആന അനുഭവങ്ങളെ പറ്റിയും ഇതുവരെയുള്ള ആ ഒരു ആനയുമായുള്ള ഒരു പരിപാലന രംഗത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറുപ്പിയേട്ടൻ്റെ ആ ഒരു ചെറുപ്പകാലത്ത് ആനപ്പണിയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ ഉള്ളൂ. ശരി. അന്ന് അതിന് കാരണം ഞങ്ങളുടെ വീട്ടിലെ അച്ഛനെ, പിന്നെ ജ്യേഷ്ഠനെ, കുഞ്ഞമ്മയുടെ ഭർത്താവ് അവരിൽ നിന്നാണോ ആനയിലേക്കുള്ള ഒരു അവരിൽ നിന്ന് ചിറ്റപ്പനിൽ നിന്നാണ് ചിറ്റപ്പനായിരുന്നു. രാഘവൻ എന്നായിരുന്നു പറയും. കരിവോളൻ രാഘവൻ എന്നായിരുന്നു പറയും. പുള്ളിക്കാരന്റെ കൂട്ടത്തിലേക്ക് പോകാനുള്ള കാരണം അച്ഛന്റെയും ജ്യേഷ്ഠന്റെയും കൂടെ പോകാതെ പുള്ളിയുടെ കൂടെ അന്ന് അവരാരും സമ്മതിക്കത്തില്ല പോകാൻ. എല്ലാരും കൂടെ എതിർപ്പുള്ളത് കൊണ്ട് അവരാരും സമ്മതിക്കാത്തതിന്റെ പേരിൽ പിന്നെ പുള്ളിയെ സമ്മതിച്ചിട്ടല്ല, പിന്നെ ഞാൻ എൻ്റെ ഒരു നിർബന്ധത്തിന് ആ രംഗത്ത്. തുടക്കം ഏത് ആനയിലായിരുന്നു? തുടക്കം ഈ തോപ്പ് അയ്യപ്പൻ ആന എന്ന് പറയുന്ന ആനയായിരുന്നു. ശരി ശരി. വലിയ ആനയായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു ആനയ്ക്ക് ആ സമയം? അന്നത്തെ ഇപ്പം നമുക്ക് അന്നത്തെ പ്രായമൊന്നും ഇപ്പം നമുക്ക് അത്ര ഓർമ്മയില്ല. വർഷങ്ങളൊക്കെ മുമ്പോട്ട് പോയില്ലേ. തുടക്കക്കാരൻ അവിടെ ചെല്ലുമ്പോൾ ഈ ആനയുടെ ആയിട്ടുള്ള ഒരു രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ഞാനിപ്പം ആനക്കാരനായിട്ടല്ലായിരുന്നു എൻ്റെ കൂടെ ഇടപെട്ടത്. ശരി. അപ്പം സാധാരണ എന്തെങ്കിലും ആരെങ്കിലും തരുവാണെങ്കിൽ അത് സാധനങ്ങൾ ആനയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നാൽ ആ രീതിയിൽ അങ്ങോട്ട് പോയി അങ്ങനെ ആനയായിട്ടൊരു സ്നേഹം. ശരി ശരി. അല്ലാതെ ആനക്കാരനെന്നുള്ള രീതിയിലല്ലായിരുന്നു. ആ സ്നേഹം അങ്ങോട്ട് മൂത്ത് ഈ തൊഴിൽ രംഗത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ തൊഴിലായിട്ട് മാറുമായിരുന്നു. എത്ര കൊല്ലം തോപ്പിലയ്യപ്പനായിരുന്നു? അതിൻ്റെ കൂടെ അതായത് ഒരു 10-12 കൊല്ലം ഉണ്ടായിരുന്നു തോപ്പിലയ്യപ്പനാനയുടെ കൂട്ടത്തില്. അപ്പൊ നമ്മൾ ഈ 17 വയസ്സിൽ പോയിട്ട് 9-10 കൊല്ലം തോപ്പിലയ്യപ്പനാനോട് തോപ്പിലയ്യപ്പനാനയായിട്ട് നല്ല രീതിയിലൊക്കെ ഉള്ള ഒരു ബന്ധം. അപ്പൊ ആനക്കാരനായി. അതിന്റെ കൂടെ നിന്ന് തന്നെ ആനക്കാരനായി. ആ സമയത്ത് ആന എഴുന്നള്ളിപ്പുകൾക്കൊക്കെ പോകും. എഴുന്നള്ളിപ്പുകൾ കുറവാ. വൈകിട്ട് ആണെങ്കിൽ അന്ന് ആനകൾക്ക് എഴുന്നള്ളിപ്പ് കുറവാ. എല്ലാം കൂപ്പിലെ പണികളും. പിന്നെ ആ സമയങ്ങളിൽ നമുക്ക് ഉപേക്ഷിക്കാൻ വയ്യാത്ത നമ്മുടെ പ്രദേശങ്ങളിലുള്ള ചില അമ്പലങ്ങളിലെ ഉത്സവ സമയമാകുമ്പോൾ പോകണമായിരുന്നു. അങ്ങനെ നാട്ടിലുള്ള ഒരു വർഷം നമുക്ക് എത്ര ഉത്സവ പരിപാടികളൊക്കെ വരുമായിരുന്നു? അതിന് പ്രൈവറ്റ് ആണെങ്കിൽ അന്ന് അത് വളരെ കുറവാണ്. വല്ലതും 10-15-20 ഒക്കെ കിട്ടുള്ളൂ. മുഴുവൻ പണി കാണുകയില്ല. സീസണിൽ നമ്മൾ കയറി ഒരു 6 മാസം പണി കഴിഞ്ഞു നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അന്നേരം ഈ ഉത്സവ സമയത്ത് ഇറങ്ങുന്നത്. ഉത്സവ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഉത്സവത്തിന്റെ സമയം കഴിയുന്നു. പിന്നെ ആനയ്ക്ക് സ്പെഷ്യൽ ഡേറ്റ് എന്നും പറഞ്ഞ് ചികിത്സ, അത് സുഖചികിത്സ ഒന്നുണ്ട്. അത് ഉടമസ്ഥന്റെ വീട്ടിൽ നിർത്തി അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒപ്പിച്ച് ചികിത്സ നടത്തി എല്ലാം റെഡിയായി കഴിഞ്ഞ് പിന്നെ അടുത്ത സീസണിലേക്ക് കയറത്തുള്ളൂ. അന്നത്തെ ആനക്കാരെ സംബന്ധിച്ചിട്ട് ഉത്സവ പരിപാടിക്ക് പോകുന്നതായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം, അതോ ഇങ്ങനെയുള്ള കൂപ്പിലെ പണികളായിരുന്നു താല്പര്യം? അതെ, ഉത്സവ പരിപാടി എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ഇതല്ലേ. മറ്റേത് ഫോറസ്റ്റിനുള്ളിൽ കിടന്ന് ആരുമായിട്ട് എന്നാലും പോയാലും അതിനകത്തുള്ള ആൾക്കാരുമായിട്ട് മാത്രമുള്ള സഹകരണം ഉള്ളൂ. നാട്ടിൻപുറത്താകുമ്പം എല്ലാവരെയും കണ്ടും കേട്ടും അതിന്റെ ഉത്സവത്തിന്റെ ഒക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പ്രോത്സാഹനം, ഒരു സന്തോഷം. നമ്മൾ എത്ര നാളിങ്ങനെ കൂപ്പിലൊക്കെ നിൽക്കേണ്ടി വരും? എന്താ ഉദ്ദേശിച്ചത്? നമ്മൾക്ക് കൂപ്പിലെ പണിക്ക് എത്ര നാൾ നിൽക്കേണ്ടി വരുമായിരിക്കും? പണിക്ക് ഇപ്പൊ നമ്മള് ഫോറസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ മോലാലെടുത്ത് പോയാല് അവര് ചിലപ്പോ ആ കൂപ്പിലെ പണി തീരുന്നവരെ. ശരി ശരി. അപ്പൊ ഈ കൂപ്പിലെ പണിക്ക് പോകുമ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം എല്ലാം ഉണ്ടാവും. എല്ലാം തരണം ചെയ്താണ് നമ്മൾ നിൽക്കാൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഈ കൂപ്പിലെ പണിക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നാനക്കാരൻ രണ്ടാനക്കാരൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വേറെ ഒന്നാനക്കാരൻ രണ്ടാനക്കാരനും അല്ല അന്ന് പ്രമാണി എന്നാ ഒന്നാനക്കാരന് പറയും. രണ്ടാമത് പണിയിപ്പുകാരൻ ഒരാളുണ്ട്, ഒരാളുണ്ട്. പിന്നെ ആനയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു അടിച്ചുകഴിവുകാരൻ എന്നാണ് പറയുന്നത്. പിന്നെ ആനക്കാരനല്ലെങ്കിലും ആനക്കാരനായാലും തന്നെ വക്ക് കെട്ടാൻ ഒരാൾ വേണം. അങ്ങനെ 4 പേരാണ് ഇതിന് നിൽക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ അടിച്ചുകഴിവുകാരുടെ എല്ലാം ചെയ്തോണം. ആന കയറി വെക്കുക, കുളിപ്പിക്കുക, ആന അടിച്ചുകൊണ്ട് കാറ്റിലടിക്കാൻ പോകാൻ നേരം പ്രമാണിയോടെ പോവാ. ഈ കൂപ്പിലെ പണി എന്ന് പറഞ്ഞാൽ മരത്തിനകത്ത് മുറിച്ചിടുന്ന തടി നമ്മൾ കൂപ്പിലേക്ക് എത്തിക്കുകയാണ്. അത് റോഡിലേക്ക് എത്തിക്കുക, വണ്ടിക്കാർ റോഡിലേക്ക് എത്തിക്കുക. റോഡിന് സൗകര്യങ്ങൾ റോഡ് വെട്ടി വെച്ച് ചില അന്നത്തെ കാലത്ത് ചിലയിടങ്ങളിലെല്ലാം തടി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ റോഡ് വിട്ടുപോകും. അപ്പൊ ആ റോഡിന്റെ ആ വണ്ടി കയറി എടുക്കത്തക്ക സൗകര്യത്തിന് അപ്പൊ അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിലൊക്കെ തുടക്കക്കാരനാകുമ്പോ നമ്മളെ അതിനൊക്കെ കാര്യങ്ങളൊക്കെ അടുപ്പിക്കുമായിരുന്നു ഈ പ്രമാണി. നമുക്ക് അങ്ങനത്തെ തുടക്കക്കാരനാകുമ്പോ അങ്ങനൊന്നും ചെയ്യിക്കത്തില്ല. ചെയ്യിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോ ആനകൾ തമ്മിലുള്ള വലിയ അന്തരമുള്ള ആനകളുണ്ട്. ചിലപ്പം ഈ അടിച്ചെഴുതാൻ വരുന്നവനുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത രീതിയിലും ഒക്കെ ഉള്ള ആനകളുണ്ട്. അപ്പൊ അവനെ കൊണ്ട് അതിനെ ഒക്കത്തില്ല. കൂടെ ആശാൻ എന്ന് പറയുന്ന നല്ല പ്രമാണിയുടെ കൂടെ പോകും, കാട്ടില് അടിച്ചോണ്ട് വരാൻ നേരം പോകും. പോയി അടിച്ചോണ്ട് വന്നിട്ട് വെള്ളത്തിൽ കൊണ്ട് ആശാൻ അവരെ ഇരുത്തുന്ന തന്നെ കഴുകി കൊടുക്കും. കഴുകി കഴിഞ്ഞ് നമ്മുടെ ജോലികൾ ഇന്നത്തെ ജോലിയെല്ലാം അടുക്കളപ്പണിയാണ്. അടിച്ചു കഴുകുമാരെന്ന് പറയുന്നത് ആന കരി വെക്കുക, എല്ലാവർക്കും ചാപ്പാട് വെക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. അപ്പൊ ഈ രാത്രി സമയങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഒരു സാഹചര്യം? ഈ കൂട്ടില് മൃഗങ്ങളുടെ ശല്യം അങ്ങനെ ഞങ്ങൾ പോയ കാലങ്ങളിലൊന്നും രാത്രികളിലൊന്നും വലിയ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഉണർന്നിരിക്കേണ്ട സാഹചര്യമൊന്നും വരികയില്ല. ചിലപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉണരണം. ചിലപ്പോ ആന ഇറങ്ങുകയൊക്കെ ചെയ്യാൻ ആനകളാണ് രാത്രി ശരിയും കൂടുതൽ കൊടുക്കാട്ടാണ്. അത് ഇറങ്ങുമോ അടിക്കുകയോ വിളിക്കുകയോ പോവുകയോ കെട്ടിന്റെ മൂലയ്ക്കൊക്കെ വന്നാൽ തള്ളുകയൊക്കെ ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നേരം നമ്മള് ഉറക്കം ഉണർന്നിരുന്ന് ചിലപ്പോൾ ഒത്തിരി ഉള്ളിലൊക്കെ ആണെങ്കിൽ തോട്ട എന്ന് പറയുന്ന ഒരു സാധനവും പടക്കം ഉണ്ട്, അതൊക്കെ കത്തിച്ചിട്ട് ഓടി. ഞങ്ങള് ആന ചില ആനകളെ ഓരോ സാഹചര്യം അനുസരിച്ച് ഫോറസ്റ്റിനകത്ത് കയറിയ ചില ആനകളെ കാട്ടിലങ്ങ് വിടുക. ചില സ്ഥലങ്ങളിൽ കാലത്ത് അങ്ങനെ വിടുക. രാവിലെ അതായി പോയി അടിച്ചോണ്ട് വരണം. എത്ര ദൂരം പോയാലും അവിടെ പോയി അടിച്ചോണ്ട് വരണം. ചങ്ങലയുടെ പാട് നോക്കി പോവുക. പിന്നെ വിടാൻ ഒക്കാത്ത സാഹചര്യം ഉള്ളിടത്താണെങ്കിൽ അവര് കോൺട്രാക്ടർമാര് തീറ്റി വെട്ടി നമ്മൾ കെട്ടുന്നിടത്ത് കൊടുത്തത്. അപ്പോഴും നമ്മൾ ഈ ആന ആ സമയത്താണെങ്കിലും നമ്മൾ ആന നീളമുള്ള ചങ്ങലയിലാണോ കളക്കുന്നത്? അങ്ങനെ സാധ്യത ഉണ്ടായിട്ടുണ്ട്. അധികം കെട്ടിയിരുന്ന സമയത്തല്ല, വിടുന്ന സമയത്ത് ആന ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ആനക്കാർ ഈ പറയുന്ന ഈ 4 പ്രമാണി പണിയിട്ടുകാരൻ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്? ആനകളുടെ മുമ്പിൽ പെടുകയോ കാട്ടുമൃഗങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്, പല ആവർത്തികളും ഉണ്ടായിട്ടുണ്ട്. ശരി ശരി. അപ്പൊ നമുക്കിപ്പോ പണിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദൂരെയാണെങ്കിൽ ഈ അടിച്ചെളിക്കാരുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കണ്ടേ? അതായത് തന്നെ അവിടെ എത്തിച്ചു കൊടുക്കണം, നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതാണ് അതിന്റെ ആ രീതി. ഉള്ളിലാണെങ്കിൽ രാവിലെ എന്ന് പറയുമ്പം കടുങ്കാപ്പിയോ അവലോ കുടിച്ചോണ്ട് ചില ദൂരം സൈറ്റിൽ പോവാണെങ്കിൽ കഞ്ഞി കുടിച്ചോണ്ടേ പോവുള്ളൂ. അടുത്ത സൈറ്റിലൊക്കെ ആണെങ്കിൽ ഏരിയിൽ എന്നാ പറയുന്നത്. ഏരിയിലൊക്കെ പണിയുന്നെങ്കിൽ ഈ അരിവെപ്പുകാരന്റെ ജോലിയാ ഇതും കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുക. ചിലപ്പം 1 കിലോമീറ്ററൊക്കെ കാട്ടി കൂടെ പോകേണ്ടി വരും. ആ സമയത്ത് ചില ഈ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവും. അത് ചിലപ്പോ ആ കഞ്ഞിയും കൊണ്ട് സൈറ്റിൽ ചെല്ലാൻ വെക്കാതെ വരും. അങ്ങനെയൊക്കെ വരും. ഇത് കാണുമ്പോ മനുഷ്യനെ കൊടുത്ത് ജീവനുള്ളതല്ലേ, ഓടി മറിഞ്ഞ് വീഴ് ഇത് കഞ്ഞി ഒക്കെ കളഞ്ഞ് പിന്നെ തിരിച്ചു പോരേണ്ട ഗതികളൊക്കെ വരും. ഈ 12 കൊല്ലത്തിനകത്ത് ഈ ഒരു ആന ഈ തോപ്പിൽ അയ്യപ്പനാനൊക്കെ നിൽക്കുമ്പം ആശാന്തികളിൽ നിന്ന് ശിക്ഷകളോ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ശിക്ഷകളൊന്നുമില്ല. വലിയ തെറ്റുകളൊന്നും കാണിക്കാതെ അന്നത്തെ ഇന്നത്തെ കൂട്ടല്ല. അന്ന് ഒരാളിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതിയാണ്. എല്ലാ കാര്യങ്ങളും അവരുടെ ആ എല്ലാ കാര്യത്തിലും നമ്മൾ അതുപോലെ അവരുടെ കൂടെ നിന്ന് എല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. വ്യത്യാസങ്ങളാണ്. പിന്നെ
തൊഴിലിനെ പറ്റി പഠിക്കണമെന്നുള്ള ഉള്ള ആളാണെങ്കിൽ അവരുടെ ഒക്കെ കൂടെ നിന്ന് അവർ പറയുന്നതൊക്കെ കേട്ടും ചിലപ്പം ചെയ്ത വിളിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ കേട്ട് സഹിച്ച് നിൽക്കും. ഈ 12 വർഷത്തിന് ശേഷം പിന്നെ വേറെ ആനയിലേക്ക് പോയായിരുന്നു? 12 വർഷത്തിന് ശേഷം വേറെ ആനയ്ക്ക് പോയി. 12 ആനയ്ക്ക് ശേഷം പിന്നെ കയറുന്ന ആ വീട്ടിലെ തന്നെ ഒരു ആനയായിരുന്നു. അത് ചുമതലയായിരുന്നു. അതിന്റെ പേര് അയ്യപ്പനാണ്. അത് കൊച്ചയ്യപ്പനാണ്. അതായത് വലിയ അയ്യപ്പനും കൊച്ചയ്യപ്പനാണ്. അതിന്റെ ഇരിക്കുന്ന മാറി അവർ തന്നെ ഈ കൊച്ചയ്യപ്പനാനെ വീട്ടിൽ കഴിഞ്ഞ ഒരു ആന വാങ്ങിച്ചു. അതിന് കുറച്ച് നാളെ അത് കഴിഞ്ഞ ഒരു ആന വാങ്ങിച്ചു. അത് ചില പ്രശ്നക്കാരനാണ്. ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം അങ്ങ് വടക്കേ സ്ഥലത്തോട്ട് പോയി ആ കോട്ടയോ നല്ല ആ ഭാഗത്ത് എവിടെയോ പോയി. എവിടെയോ പോയപ്പോഴത്തെ അത് വലിയ പേരും പെരുമയൊക്കെ ആയി. മോഹനൻ എന്ന് പറയും ഇവിടെ വെച്ച്. ആ മോഹനൻ തന്നെയാണ് അവിടെയും അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഈ തെക്കൂന്ന് വടക്കോട്ട് പോയി ആ ഈരാറ്റുപേട്ട ആ സൈഡ് എവിടെയാ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് വണ്ടികുത്തി മോഹനായി. അതെ, ഈ ചിലപ്പം നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചു കാണും. കെട്ടിക്കൊണ്ടുപോയ വണ്ടിയെന്ന് ചാടി ആനക്കാരനെ പുറത്ത് വെച്ചുകൊണ്ട് മേക്കോഴിയൊക്കെ വെക്കുമായിരുന്നു. ആ വണ്ടിയെ കയറ്റാൻ കൊണ്ടുവന്നതാ. അപ്പൊ വണ്ടി തള്ളി മറിച്ചിട്ട് പോയി. രക്ഷയില്ലാതെ ആനക്കാരനെ പുറത്ത് വെച്ചുകൊണ്ട് മേക്കോഴി വെച്ചു. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്ന് പത്രത്തിലൊക്കെ വന്നാ. ഇപ്പൊ ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല. അത് മോഹനാണ്. മോഹനാനെ കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ തൽക്കാലം ജോലിയൊന്നും ഇല്ലാതെ പിന്നെ കുറെ നാള് അവിടെ അങ്ങനെ ഫോറസ്റ്റിനകത്ത് തന്നെ ഓരോരുത്തർക്കൊക്കെ പണി തിരക്കി നടന്ന് കുറച്ചാളെ 3 കൊല്ലം അങ്ങനെ നടന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ചു പോയി. ഓരോരുത്തർക്കൊക്കെ ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഞാനിങ്ങനെ ജോലിയൊന്നുമില്ല ഈ സമയത്താണ് നമ്മുടെ കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു NSS കരകത്തിന്റെ ഒരു അമ്പലമുണ്ട്. കാരക്കാട്ട് അവിടെ ഒരു ആനയുണ്ടായിരുന്നു. ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിനൊരു വേഗന് വന്നു. അതിന്റെ കൂടെ പോയി. അതിന്റെ ഒരു 5-8 കൊല്ലം. ആനയുടെ സ്വഭാവം ഇച്ചിരി വ്യാളിയാണ്. അത് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവന് ഇച്ചിരി വാശിയും സ്നേഹവും കുസൃതിയും എല്ലാം ഉണ്ട്. പൊക്കത്തിലുള്ള നല്ല കലയും കാണാനും ഒക്കെ നല്ല കലയുള്ളവരാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ പോയി. ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മുട്ടി സോൾവ് ആയി പോകും. അത്രേ ഉള്ളൂ. അങ്ങനെ ആ രീതിയാണ്. ആ ആനതിന് ശേഷം അവിടെ അവർക്ക് ആനയെ കൊണ്ട് വരുമാനത്തിന് വലിയ ഇല്ലാന്ന് പറഞ്ഞ് കുടിയിലവര് വിറ്റതിനെ പത്താമ്പറ്റി നൂറിനാട് പത്താമ്പറ്റി രാഘവൻ എന്ന് പറയുന്ന ആള് ശബരിമല തേങ്ങ കോണ്ടാക്ട് ആയിരുന്നു. പുള്ളി വാങ്ങിച്ച് നടക്കി വെക്കാനാണ്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് മാറി. പിന്നെ അവര് അവിടെ ഉള്ള ഒരു പാർട്ടി ബാബാനെയും കൊണ്ട് പോയി ശബരിമലയിൽ പോയി. പക്ഷെ നടക്കി വെക്കാനുള്ള സാഹചര്യം ഒത്തില്ല. തിരിച്ചു പോകുന്ന